പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം തിരുവചനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ദേവദാസന്മാർ, എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ച് കഴിഞ്ഞ 4 ക്ലാസ് നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. വിവിധമായ വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരുന്നത് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ നമുക്ക് അനുഗ്രഹമായി. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സമയവും നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവിൽ നിന്ന് വചനം പഠിക്കുവാൻ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നാം പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി ചിന്തിച്ച വിഷയം സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം ലേവി ഗോത്രത്തെ തെരഞ്ഞെടുത്തു എന്നുള്ള ഭാഗമാണ്. ഞാൻ അവസാനമായി ആ ഭാഗത്തെ പറഞ്ഞു നിർത്തിയത്. എന്തുകൊണ്ടാണ് ലേവി ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്തതെന്ന് അവിടെ പറയുന്നുണ്ട്. മോശ പർവ്വതത്തിൽ 40 ദിവസം ദൈവത്തോട് ചെലവഴിച്ച സമയത്ത് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശയെ കാണാതിരുന്നപ്പോൾ ജനൻ അഹ്റോനോട് പറഞ്ഞ് തങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ വാർത്തുണ്ടാക്കുക. ഈ സമ്മർദ്ദത്തിന് മുമ്പിൽ അഹരോൻ വഴങ്ങി അവരുടെ കയ്യിലുള്ള ആഭരണങ്ങളെ എല്ലാം മേടിച്ച് അത് കൊത്തുപണി ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഇസ്രായേല്, ഇത് നിന്റെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവം നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടേറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനത് അവർ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ദൈവമക്കളെ, മിസ്രൈമിൽ നിന്ന് ദൈവം ഫറവോന്റെ ബൈൻഡിങ്ങിൽ നിന്ന് വിടുവിച്ചത് യഹോവയാം ദൈവമാണ്. ദൈവം അവരെ വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് മോശയും അഹരോനെയുമാണ്. ഇപ്പോൾ മോശയെ കാണാതിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവത്തെ, ദൈവമക്കളെ, അവരെ വിടുവിച്ച ദൈവത്തെ എങ്ങനെയാണ് അവർ കണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ ചിന്താഗതിയും അവരുടെ കാഴ്ചപ്പാടും എങ്ങനെയെന്ന് ഇവിടെ നോക്കുക. സ്തോത്രം. ക്രിസ്തീയ ജീവിതം പലപ്പോഴും നമുക്കെല്ലാവർക്കും പറ്റുന്നത്, സ്തോത്രം, ക്രിസ്തീയ ജീവിതം കാഴ്ചയാലല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മോശയും അഹരോനെയും ഉപയോഗിച്ച ഒരു ദൈവമുണ്ട്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ ഏകനായ സർവശക്തനായ നിത്യനായ ദൈവത്തെ കാണേണ്ടതുപോലെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണാഞ്ഞതിന്റെ പരിണത ഫലമാണിത്. സ്തോത്രം. മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ അവർ വിചാരിച്ചു എല്ലാം തീർന്നു, തകർന്നു, ഇനി അവരെ നടത്തുവാൻ ആളില്ല. എന്നാൽ അഹ്റോൻ മരിക്കും, മോശ മരിക്കും, എന്നാലും നിത്യനായൊരു ദൈവമുണ്ട് നമ്മെ കരുതുവാൻ. അതുകൊണ്ടാണ് 90-ാം സംഘത്തിൽ
തലമുറ തലമുറയായി അവൻ നമ്മുടെ സങ്കേതമാകുന്നു. ദൈവമക്കളെ സ്തോത്രം. അങ്ങനെ വിഗ്രഹ ആരാധനയിലേക്ക് പോയി ജനം കെട്ടഴിഞ്ഞ് നെയ്ക്കടായി, സ്തോത്രം, കെട്ടഴിയപ്പെട്ടവരായി, സ്തോത്രം. ജനം തീർന്നപ്പോൾ മോശ ഇറങ്ങി വന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പ്രമാണം വിട്ട് കഴിഞ്ഞാൽ, ദൈവവചനത്തിലെ പ്രമാണം വിട്ടാൽ ജനം കെട്ടഴിയപ്പെട്ടവരാണ്. കെട്ടഴിയപ്പെട്ട ഒരു മൃഗത്തെ നോക്ക്, സ്തോത്രം, അതിന് യാതൊരു കൺട്രോളുമില്ല. എങ്ങോട്ട് പോകണമെന്ന്, ഏത് ദിശയിൽ പോകണമെന്ന്, എന്ത് കഴിക്കണമെന്ന്, സ്തോത്രം, ഏത് ശത്രുവിന്റെ കരങ്ങളിലേക്ക് ചെന്ന് അകപ്പെടുന്നെന്നോ എന്താണോ യാതൊരു ചിന്തയുമില്ലാത്ത മൃഗത്തെ പോലെ, സ്തോത്രം, ജനം ഇവിടെ കെട്ടഴിയപ്പെട്ട് കിടക്കുക. ദൈവപ്രമാണം വിട്ടുപോയാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ദൈവമക്കളെ, വിശ്വാസിക്ക് അവരുടെ പ്രമാണം ദൈവത്തിന്റെ വചനമാണ്. വചനം വിട്ട് ദൈവസഭകൾ ഇന്ന് കെട്ടഴിഞ്ഞതുപോലെ അന്യ ആരാധനയുടെയും അന്യ ദുരുപദേശത്തിന്റെയും പിന്നിൽ ഇന്ന് സഭകളും ആയിത്തീർന്നിരിക്കുകയാണ്. സ്തോത്രം, ജനം മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം, പണ്ട് വർജിച്ചതും പണ്ട് ഉപേക്ഷിച്ചതുമായ അനേക കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് കാണുവാനും രസിക്കുവാനും അനുഭവിക്കുവാനുമുള്ള സാഹചര്യങ്ങളും ഭൗതിക നേട്ടങ്ങളും കൈവരിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ പാപമായി കാണുന്നില്ല. സ്തോത്രം, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി നിന്ന പിതാക്കന്മാരുടെ തലമുറ പലതും, സ്തോത്രം, മദ്യപാനികളും സിനിമ കാണുന്നവരും വെറിക്കൂത്ത് കാണുന്നവരുമായി, സ്തോത്രം, മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, ദൈവമക്കളെ, ഹല്ലേലൂയ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം, എന്നാൽ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ദൈവം തൻ്റെ പണിക്ക് വേണ്ടി, തൻ്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി, ദൈവം ഈ ശില്പത്തിന്റെ പണിക്ക് വേണ്ടി, ഈ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തെയാണ്. ലേവി ഗോത്രത്തിൽ പ്രധാനമായും 3 കുടുംബക്കാർ, സ്തോത്രം, അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. ഗോർശേന്യർ, കൊഹാത്യർ, മൊരാര്യർ എന്നീ 3 കുടുംബത്തെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചത്. സ്തോത്രം, ഇവര് 3 എവിടെ പാർക്കണം എന്നുള്ളതൊക്കെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ പാളയമടിക്കേണ്ടതായ രീതികളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, കിഴക്ക് ഭാഗത്ത് സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും അടുത്ത് കൂടാരമടിക്കുന്നത് മോശയും അഹരോനുമായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റ് ഭാഗത്ത് ഗോർശേന്യരായിരുന്നു. സ്തോത്രം, മൊരാര്യർ വടക്ക് ഭാഗത്തായിരുന്നു. സ്തോത്രം, തെക്ക് ഭാഗത്ത് സമാഗമന കൂടാരത്തിന്റെ അടുത്ത് കൊഹാത്യരും പാളയമടിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്തോത്രം, അങ്ങനെ ഈ ലേവി ഗോത്രക്കാരെ പോലും ദൈവം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ ചെയ്യുവാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. അവർക്കെല്ലാം അവരെ നിർത്തേണ്ടിടത്തും അവരുടെ ശുശ്രൂഷയും വിവാഹിച്ച് കൊടുത്തിരുന്നു. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലേവി ഗോത്രമാണ് സമാഗമന കൂടാരത്തിന്റെ സൂക്ഷിപ്പുകാർ. സമാഗമന കൂടാരത്തിന്റെ, സ്തോത്രം, ഹല്ലേലൂയ, അത് സമാഗമന കൂടാരത്തിൽ വിലപിടിപ്പുള്ളതായ സാധനങ്ങൾ ഒന്നും നഷ്ടമാകാതെ അത് കാത്തു സൂക്ഷിക്കേണ്ട ജോലി, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ ലേവി ഗോത്രത്തിനായിരുന്നു. ദൈവമക്കളെ, പുതുനിയമ സത്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ജോലി, സ്തോത്രം, ആർക്കാണെന്നറിയാവോ? പുതുനിയമ വിശ്വാസികളാകുന്ന രാജകീയ പുരോഹിത വർഗമാകുന്ന ദൈവജനത്തിൻ്റെതാ. രക്ഷിക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ,
ദൈവിക കൽപ്പനയനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ദൈവവൈതലേ, നീ രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെയാണ് കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമ സത്യങ്ങളെ, സ്തോത്രം, അത് സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് ദൈവത്തിന്റെ പുരോഹിതന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. യൂദാ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടി എഴുതുവാൻ ആവശ്യം വന്നിരിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, അനേക ദുരുപദേശങ്ങളും പുതിയ നിയമ സത്യങ്ങളെ കൂട്ടിമാട്ടി പഠിപ്പിക്കുന്ന അനേക ചെന്നായ്ക്കൾ ആടിന്റെ തോലുമിട്ടുകൊണ്ട് ദൈവസഭകളിൽ നുഴഞ്ഞു കയറുമ്പോൾ ദൈവസഭ ദൈവവചനത്തിൽ നിന്ന് വേർപെട്ട് ദുരുപദേശത്തിലേക്കും അശുദ്ധിയിലേക്കും, അശുദ്ധി ഏതാണ്, വിശുദ്ധി ഏതാണ്, പ്രമാണം ഏതാണ്, സത്യാരാധന എന്താണ്, സ്തോത്രം, ഇതെല്ലാം തിരിച്ചറിയുവാൻ മേലാതെ ലോകവുമായി ഇടകലർന്നു പോകുന്ന ഒരു തലമുറയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഓർത്തുകൊള്ളണമേ, നാം ദൈവ സഭയുടെ കൂട്ടസഹോദരന്മാരുടെ സൂക്ഷിപ്പുകാരാണ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ 84-ാം സങ്കീർത്തനത്തിൽ കോരേ കൂത്രന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് മറ്റൊന്നും ഒരു പൊസിഷനും ലഭിച്ചില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്കൊരു കാര്യം മതി, നിന്റെ ആലയത്തിന്റെ കാവൽക്കാരനായിരുന്നാൽ മതി. സ്തോത്രം. നോക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന കോരകപുത്രന്മാർ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാവോ, ദാവീദിന്റെ കാലത്തും ശലോമോന്റെ കാലത്തൊക്കെ ദേവാലയത്തിലെ സൂക്ഷിപ്പുകാരായി കാവൽക്കാരുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പുതിയ നിയമ സഭയിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വ്യവസ്ഥയോടെ ജീവിക്കുന്ന രാജകീയ പുരോഹിത വർഗമാകുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം, നമ്മുടെ പൊസിഷൻ എന്ന് മറന്നു പോകരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് അവന്റെ രാജകീയ പുരോഹിത വിശുദ്ധ വംശമായിരിക്കാൽ നമ്മുടെ ജോലി പുതിയ നിയമ സത്യങ്ങളെ സൂക്ഷിക്കുവാനും ഹല്ലേലൂയ പുതിയ നിയമ ശുശ്രൂഷകൾക്കായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് നാം വിശ്വസ്തരോടെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കായീൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കും, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ കീപ്പറോ? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഓർക്കണമേ, നാളൊരു കാവൽക്കാരന്റെ ജോലി ഉറങ്ങുന്ന ജോലിയല്ല. സ്തോത്രം. കാവൽക്കാരൻ ഉറങ്ങുവാൻ വ്യവസ്ഥയില്ല. സ്തോത്രം. മതിലിന്മേലുള്ള കാവൽക്കാരൻ, നമുക്കറിയാമല്ലോ, തിരുവചനം പഠിക്കുമ്പോൾ സ്തോത്രം അനേക സ്ഥലത്ത് കാവൽക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കായീനോട് ചോദിക്കുക, കായീൻ പറയും, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വലിയ ഉത്തരവാദിത്വം നാം ദൈവസന്നിധിയിൽ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. കൂട്ടു സഹോദരന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ, കൂട്ടു സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. നാം എല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. സ്തോത്രം. പുതിയ നിയമ സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഇടിവിൽ നിൽക്കുന്ന, കരയുന്ന ഹല്ലേലൂയ വിശുദ്ധന്മാർ ദൈവസഭകളിൽ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നീ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ? ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും.
അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇന്ന് പകൽക്കാലം പുതുനിയമ വിശ്വാസിയെ, സ്തോത്രം, നമ്മുടെ ഉത്തരവാദിത്വം എത്രയുണ്ട്? സ്തോത്രം, നാം ഏതവസ്ഥയിലായിരിക്കുന്നു? നമുക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ടോ? നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാം നമ്മുടെ പൊസിഷന് വേണ്ടി, നാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നാം നമ്മുടെ കസേരയ്ക്ക് വേണ്ടി, സ്തോത്രം, ജീവിക്കുകയല്ലാതെ, സ്തോത്രം, പുതിയ നിയമ വിശ്വാസിയെ, രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ രാജകീയ പുരോഹിത വർഗമാകുന്ന പദവി നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവസഭയുടെ കാവൽക്കാരനാണ്. നിന്റെ അയൽവാസി ഹല്ലേലൂയ സുവിശേഷം കേൾക്കാതെ ഹല്ലേലൂയ അവൻ മരിച്ചു പോയാൽ അത് നമ്മോട് ചോദിക്കും. അതുകൊണ്ട് അവനോട് സുവിശേഷം പറയുവാൻ, അവനോടൊരു ട്രാക്ടെങ്കിലും കൊടുക്കുവാൻ, സ്തോത്രം, നാം കടപ്പെട്ടവരാണ്. കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി, അയൽ രാജ്യത്തിനു വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി, മദ്യപാനികൾക്ക് വേണ്ടി, വെറുക്കൂത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, വിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിന്മാറ്റക്കാർക്ക് വേണ്ടി നിടിവിൽ നിന്ന് കരയേണ്ട ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവചനം 21 അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട, ഇതിനോട് ചേർന്ന് ചിന്തിക്കാൻ പറ്റിയൊരു വാക്യമാണ്. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം 21 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ, കാവൽക്കാരാ രാത്രി എന്തായി, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ഒരുത്തൻ സൂര്യനിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു. അതിന് കാവൽക്കാർ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ദൈവമക്കളെ, സ്തോത്രം, പണ്ട് കാലങ്ങളിൽ മതിലിന്മേലുള്ള കാവൽ മാടത്തിലിരിക്കുന്ന കാവൽക്കാരൻ, അവൻ ഉറങ്ങുവാൻ പ്രമാണമില്ല. രാത്രികാലങ്ങളിലോ ഏതു സമയത്തും 24 മണിക്കൂറും കാവൽക്കാരൻ മതിലിന്മേൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ശത്രു സൈന്യം വരുന്നോ, താഴെ തയ്യാറായി നിൽക്കുന്നതായ പട്ടാളക്കാർക്ക് മെസ്സേജ് കൊടുക്കേണ്ട ഈ കാവൽക്കാരന്റെ ജോലി. അവൻ ഉണർന്നുകൊണ്ട് ഇങ്ങനെ 4 സൈഡിലോട്ട് നോക്കി നിൽക്കുക. ഈ കാവൽക്കാരനോട്, അന്ന് പഴയ കാലങ്ങളിൽ ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുന്ന കാവൽക്കാരനോട് അവിടുത്തെ ആ രാജ്യത്തിലെ പ്രജകൾ വിളിച്ചു ചോദിക്കും. രാത്രിയിൽ ഇവർക്ക് യാത്ര ചെയ്യേണ്ടവരുണ്ട്, രാത്രി വാച്ചുകളൊന്നുമില്ല, എന്നാൽ നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും നീക്കമനുസരിച്ച് ഈ സമയം അറിയാവുന്ന കാവൽക്കാരാണ് മതിലുമേൽ നിൽക്കുന്നത്. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് 4 മണിക്ക് ദൂരെ യാത്ര ചെയ്യേണ്ടവർ, അല്ല 2 മണിക്ക് ചെയ്യേണ്ടവർ, ഹല്ലേലൂയ അടുത്ത മലയിൽ നിന്നുകൊണ്ട് കാവൽക്കാരോട് വിളിച്ചു ചോദിക്കുക, ഉറക്കെ, കാവൽക്കാരാ രാത്രി എന്തായി? പ്രൈസ് ലോർഡ്. ഉറങ്ങാതെ നിൽക്കുന്ന കാവൽക്കാരന് മാത്രമേ യാമങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കത്തുള്ളൂ. ഈ കാവൽക്കാരന്റെ ജോലി, ശത്രു വരുന്നുണ്ടോ, ശത്രു ദൂരേന്ന് വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ താഴെ ഗേറ്റ് തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാർക്ക് പെട്ടെന്ന് അവൻ മെസ്സേജ് കൊടുക്കും, ഒരു കൂട്ടം ശത്രുക്കൾ കടന്നു വരുന്നുണ്ട്, പെട്ടെന്ന് തയ്യാറാക്കിക്കൊള്ളുക. ഇന്ന് ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന, ദൈവവചനം കേൾക്കുന്ന സഹോദര സഹോദരി, സ്തോത്രം, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാനല്ല, നിന്റെ ജോലിക്ക് വേണ്ടിയോ നിന്റെ പൊസിഷന് വേണ്ടിയോ മാത്രമല്ല ജോലി ചെയ്യണം. ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, സ്തോത്രം, കുടുംബത്തെ ശുശ്രൂഷിക്കണം, കുടുംബത്തിന്റെ കാര്യ ഉത്തരവാദിത്തോടെയും. അപ്പോൾ തന്നെ ഓർക്കണമേ, നമ്മെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. നാം കാവൽക്കാരാണ്. ഇന്ന് പകൽക്ക് രാവിലെ സമയം ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പ്രബോധിപ്പിക്കുവാനുള്ളത്, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം മറന്നു പോകരുത്. നാം ദൈവസഭയുടെയും രാജ്യത്തിന്റെയും അയൽവാസിയുടെയും കൂട്ടുസഹോദരന്റെയും കാവൽക്കാരനാ. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സന്തോഷമുള്ള ദൈവമക്കളൊന്ന് ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. സ്തോത്രം. നാം ദൈവത്തിന്റെ കാവൽക്കാരനാണ്. തിരുവചനത്തിൽ നിന്ന് അനേക ഭാഗങ്ങള് ഇതിനോടുള്ള ബന്ധത്തിൽ കോട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. സമയം വളരെ കടന്നു പോയത് കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് വന്ന് ലേവി ഗോത്രത്തിലെ
4 കുടുംബക്കാരെ കുറിച്ചായിരുന്നല്ലോ. അവരെ ഓരോരുത്തരെ ദൈവം ഓരോ പൊസിഷനിൽ ഓരോ സ്ഥലത്ത് ആക്കിയിരിക്കുന്നതായിട്ട് ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചു. സ്തോത്രം. മൊരാര്യർ, കൊഹാത്യർ, ഗോശേന്യർ എന്നാണ് സ്തോത്രം. കിഴക്ക് ഭാഗത്ത് സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും അടുത്ത മോശയും അഹരോനും പാളയമടിച്ചിരിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഗോശേന്യരാണ്. മൊരാര്യര് വടക്കു ഭാഗത്താണ്, തെക്കു ഭാഗത്താണ് കൊഹാത്യര് പാളയമടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇവരുടെ ജോലി സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകൾ ചെയ്യുക, അത് സൂക്ഷിക്കുക. ഹല്ലേലൂയ. കള്ളന്മാർ കയറി നഷ്ടപ്പെടുത്താതെ ഉത്തരവാദിത്വ ബോധത്തോടെ കാവൽക്കാരായി അതിന് ഉത്തരവാദിത്തോടുകൂടി വേണ്ട ശുശ്രൂഷകളെ ചെയ്യുവാനും ചുമക്കുവാനും ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. സ്തോത്രം. 1 മൊരാര്യരാണ്. സ്തോത്രം. മൊരാര്യർ എന്ന് പറഞ്ഞാൽ കയ്പെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ക്രിസ്തീയ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹവും വളരെ മാധുര്യവുമാണ്. എന്നാൽ എപ്പോഴും മാധുര്യമല്ല. കയ്പിന്റെ അനേക അനുഭവങ്ങൾ കടന്നു വരും, അനേക വിരളിച്ചുകൊണ്ടൽ കടന്നു വരും, അനേക നമ്മൾ നിന്ദിക്കുന്ന അനുഭവങ്ങൾ വരും. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ വിടുതൽ കണ്ട്, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ കയ്യടി മേടിച്ചാൽ ഈ കയ്യടിക്കുന്നവർ തന്നെ നമ്മെ ക്രൂശിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നു വരും. അവർ തന്നെ നമ്മെ തള്ളിപ്പറയും, അവർ തന്നെ നമ്മളെ നിന്ദിക്കുന്ന അനുഭവങ്ങളിൽ കൂടിയൊക്കെ ഒരു ശുശ്രൂഷകന് പലപ്പോഴും കടന്നു വരുമ്പോൾ ഓർക്കണമേ, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിച്ചൊരു സ്ഥാനമുണ്ട്. നിന്നെ ബെസ്റ്റ് നിർത്തിയെങ്കിൽ ബെസ്റ്റ് നിന്ന് കൊള്ളണം, നോർത്തിലെങ്കിൽ നോർത്ത് നിന്ന് വേണം, സൗത്തിലെങ്കിൽ സൗത്തിൽ നിന്ന് കൊള്ളണം, ഈസ്റ്റിലെങ്കിൽ ഈസ്റ്റ് നിന്ന്. ദൈവം നിന്നെ ഏൽപ്പിച്ചൊരു പൊസിഷനുണ്ട്, നിന്നെ ആക്കിയിരിക്കുന്നിടത്തുണ്ട്. അവിടെ എത്ര പ്രതികൂലമായാലും ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം, ഉറങ്ങാതെ ഉത്തരവാദിത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നോക്കണമേ, ഈ വടക്കു വശത്ത് ആണ് ഇവര് താമസിക്കുന്നത്. മൊരാര്യര്. തിരുനിവാസത്തിന്റെ പലക, അത്താഴം, തൂണ്, ചുവട്, അതിന്റെ ഉപകരണങ്ങൾ മുതലായ ഉപകരണങ്ങൾ അത് ചുമക്കേണ്ട ജോലി. കുറ്റി, കയറ്, ഇത് ചുമക്കേണ്ട ജോലിയാണ് ഈ മൊരാര്യർക്കുള്ളത്. എന്ത് ഹെവിയായ ജോലിയാണ് ഇവരെ ഏൽപ്പിച്ചത്, എന്ത് ഹാർഡ് വർക്കാണ്. സ്തോത്രം. പലക, അത്താഴം, തൂണ്, സ്തോത്രം, കുറ്റി, കയറ്, ഇതെല്ലാം ചുമക്കേണ്ട ജോലിയാണ് ഈ മൊരാര്യർക്ക് ലഭിച്ചത്. സ്തോത്രം. പെറുപ്പെറുപ്പില്ലാതെ ഉത്തരവാദിത്തോടും സമർപ്പണത്തോടും, സ്തോത്രം, ദൈവമക്കളെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഹല്ലേലൂയ, കയ്പിന് വെള്ളം കുടിക്കുന്ന അനുഭവത്തിൽ കൂടി പോകേണ്ടി വന്നാലും, സ്തോത്രം, ദൈവ പൈതലേ, അല്പം ഹാർഡായിരിക്കാം, എന്നാൽ ശുശ്രൂഷയിൽ നീ വിശ്വസ്തനായിരിക്കണം. ഇന്ന് കയ്പേറിയ ശുശ്രൂഷകളും പ്രതികൂലമാകുന്ന ശുശ്രൂഷകളും, സ്തോത്രം, ഒരു പൈനിയർ വർക്കും ഒരിടത്തും ഒരു സഭയോ ഒരു വിശ്വാസവും ഇല്ലാത്ത സ്ഥലത്ത് ആരും സഹായിപ്പാനില്ലെങ്കിലും, സ്തോത്രം, ഒരു വിശ്വാസി പോലും ഇല്ലെങ്കിലും, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിലും, ഒരു വേല ചെയ്യുന്നു തുടങ്ങുവാനുള്ള ദർശനം ഇന്നത്തെ വേലക്കാർക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് വേണ്ട സ്പോൺസേഴ്സിനെയാണ്, അവർക്ക് വേണ്ടത് വില കൂടിയ കാറുകളാണ്. സ്തോത്രം. ഇങ്ങനെ അനേക അജണ്ടകളാണ്. സ്തോത്രം. എന്താണ് ദർശനത്തിന്റെ വ്യത്യാസം? നോക്കിക്കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ വളരെ ഭാരമേറിയ ഉത്തരവാദിത്വമാണ് ഈ മൊരാര്യർക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ ഹെവി ബർഡൻ ആയിട്ടുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെറുപ്പില്ലാതെ, സ്തോത്രം, ഈ വേല സമർപ്പണത്തോട് ഉത്തരവാദിത്തോടെ ചെയ്യുവാൻ അവർ കടപ്പെട്ടവരും സമർപ്പണമുള്ളവരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് 4 കാളവണ്ടിയും 8 കാളയും കൊടുത്തിരുന്നു. സ്തോത്രം. ഇനി അടുത്തതാണ് ലേവി ഗോത്രത്തിലെ കുടുംബമാണ് കൊഹാത്യർ. കൊഹാത്യർ എന്ന് പറഞ്ഞാൽ സഭ എന്നാണ്. സ്തോത്രം. സഭയെന്ന് പറഞ്ഞാൽ എന്തോ ആണ്? നമ്മൾ പലപ്പോഴും വലിയ അമ്പരചുംബരിയായ താലികക്കുടങ്ങളുള്ള വലിയ കുരിശൊക്കെ നിൽക്കുന്നതായ ആ മന്ദിരത്തെ കണ്ടുകൊണ്ടാണോ സഭയെന്ന് പറയുന്നത്? പലപ്പോഴും നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, ചില ആ സാമുദായിക സംസ്കാരങ്ങൾ വിട്ടുമാറാതെ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്.
സഭയെന്ന് പറഞ്ഞാൽ നാം ആരാധിക്കുന്നത് ഹോളാണ്, അത് സഭയല്ല. സ്തോത്രം. പലപ്പോഴും പലതും മനസ്സിലാക്കാതാണ് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് സഭ. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ്. സ്തോത്രം. കൈപ്പണിയ നക്ഷത്രങ്ങളിലോ സ്തോത്രം ഒന്നുമല്ല ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പുതിയ നിയമസഭയുടെ ശിലാസ്ഥാപനം ചെയ്തത് യെരൂശലേം ദേവാലയത്തിലല്ല. യെരൂശലേം ദേവാലയത്തിൽ പൊടിപൂരമായ ആഘോഷങ്ങളും സ്തോത്രം അവിടെ ഉത്സവങ്ങളും നടക്കുമ്പോൾ പുതിയ യെരൂശലേം ദേവാലയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ചാപ്പലല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, അതൊരു മർമ്മമാണ്. എവിടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഹല്ലേലൂയ ഒരുങ്ങിത്താൽ കാത്തിരിക്കുന്നു ദൈവമക്കളെ, അവിടെയാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങേണ്ടതായ പരിശുദ്ധാത്മാവ് സ്തോത്രം ദൈവമക്കളെ അതിറങ്ങിയത് കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവമക്കളുടെ മധ്യയാണ് ഇറങ്ങിയത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നാം പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കൊഹാത്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സഭയെന്നാണ്. ഇവർ സമാഗമന കൂടാരത്തിന്റെ തെക്കു ഭാഗത്ത് കൂടാരമടിച്ചിരിക്കുന്നു. ഇവരുടെ വേല, ഇവരുടെ ജോലി കൂടാരത്തിനകത്തുള്ള ഉപകരണമായ ഏറ്റവും ആരാധനയ്ക്ക് ഉപകരണം ഉപയോഗിക്കുന്നതായ പെട്ടകം, മേശ, നിലവിളക്ക്, സ്തോത്രം എന്നീ ആദ്യായ ഉപകരണങ്ങളെ വഹിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് കാളവണ്ടിയില്ല, കാളയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവർ ഈ അതിപ്രധാനമായ ഈ പെട്ടകം, മേശ, നിലവിളക്ക് ഇതെല്ലാം തോളിൽ വഹിക്കുവാനാണ് ഇവരെ ദൈവമാക്കിയിരിക്കുന്നത്. സ്തോത്രം. ഇവർക്ക് കാളവണ്ടി കൊടുത്തിരുന്നില്ല. സ്തോത്രം. അവർ ചുമക്കുന്നത് തോളിലായിരിക്കണം. ദൈവമക്കളെ, നമുക്കറിയാവല്ലോ ദൈവത്തിന്റെ പെട്ടകം ഒരിക്കൽ ദാവീദ് കൊണ്ടുപോയത് എങ്ങനെയാണ്? പുതിയ കാളവണ്ടിയിൽ. ദാവീദ്, നീ ഇതെവിടുന്ന് പഠിച്ചതാ? ദൈവത്തിന്റെ പെട്ടകം തോളിൽ വഹിക്കുവാൻ, പുരോഹിതന്മാർ തോളിൽ വഹിക്കുവാൻ പ്രമാണമുള്ളപ്പോൾ ദാവീദ് നീ എവിടുന്ന് പഠിച്ചതാ? ദാവീദ് വിചാരിച്ചത് കാലത്തിന്റെ പുരോഗതിയിൽ കാളവണ്ടിയൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അന്നത്തെ വില കൂടിയോ വാഹനമാണ്. സ്തോത്രം. അന്നത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് ദൈവപ്രമാണത്തെ മാറ്റാമെന്നാണ് ദാവീദ് വിചാരിച്ചത്. എന്നാൽ കാലം എത്ര മുന്നോട്ട് പോയാലും, എത്ര ഡെവലപ്മെന്റ് ഉണ്ടായാലും, എത്ര ടെക്നോളജി ഉണ്ടായാലും, ഹല്ലേലൂയ, ഏത് വലിയ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിച്ചാലും, ഏത് ഉന്നതമായ ഡെവലപ്മെന്റ്സിലേക്ക് പോയാലും ദൈവ പ്രമാണത്തിന് വ്യത്യാസമുണ്ടാകത്തില്ല, വചനത്തിന് മാറ്റമില്ല. തോളിൽ വഹിക്കേണ്ടത് തോളിൽ വഹിക്കണം. തോളിൽ വഹിച്ചില്ല എങ്കിൽ സ്തോത്രം ദൈവത്തെ നടിമേടിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട്, സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട്, പണമുണ്ടായതുകൊണ്ട് ദൈവപ്രമാണം മാറ്റാമെന്ന് ദൈവസഭയിൽ ആരെങ്കിലും വിചാരിച്ചു മാറ്റി, ദൈവസഭയുടെ വിശുദ്ധിയെയും വേർപാടിനെയും പ്രമാണത്തെ മാറ്റാമെന്ന് വിചാരിച്ചാൽ നീ ഓർത്തണമേ, നീ അപകടത്തിലേക്ക് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. വചനം പഠിക്കാതെ, വചനം മനസ്സിലാക്കാതെ, ലോകത്തോട് ഇടചേർന്നുകൊണ്ട് സ്തോത്രം പെട്ടകത്തെ കയറി പിടിക്കരുതേ. സ്തോത്രം. ദാവീദിന് അബദ്ധം പറ്റി. ദാവീദ് എവിടുന്ന് പഠിച്ചതാ ഇത്? ഫെലിസ്ത്യർ ഒരിക്കൽ പെട്ടകം കാളവണ്ടിയിലാണ് കൊടുത്തു വിട്ടത്. സ്തോത്രം. ഫെലിസ്ത്യർക്ക് എന്തെങ്കിലും പ്രമാണമുണ്ടോ? ഫെലിസ്ത്യർ കാളവണ്ടിയെ കണ്ടുവിട്ടത് ഇവൻ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഇത് കാളവണ്ടിയെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ജാതികളുടെ വഴി പഠിക്കരുതെന്ന. സ്തോത്രം. ജാതികളുടെ പ്രമാണം ദൈവ സഭയിൽ കൊണ്ടുവരുവാൻ പ്രമാണമില്ല.
ഇസ്രായേൽ ജനങ്ങൾ യാത്ര കൂടുമ്പോൾ സമാപന കൂടാരത്തിന്റെ കൂടെ പോകുമായിരുന്നു. കൂടാരത്തിലുള്ള ഉപകരണങ്ങൾ, ചുമക്കുന്ന ചുമല, ചുമക്കുന്ന ജോലി കൊഹാത്യർക്കായിരുന്നു. പാളയം പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി, സംഖ്യാപുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായം എന്നീ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ച് പഠിക്കുമ്പോൾ കാണാം. തിരശ്ശീല ഇറക്കി സാക്ഷ്യപെട്ടകം അതുകൊണ്ട് മൂടണം, തകശ് തോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ തിരശ്ശീലയും വിരിച്ച ശേഷം പെട്ടകത്തിന് തണ്ട് ചുലുത്തി കെട്ടുമുറുക്കണം. അതുപോലെ കാഴ്ചയപ്പത്തിന്റെ മേശ നീല ശീല വിരിച്ചുപറങ്ങൾ അതിന്മേൽ വെച്ച് അപ്പവും അതിന്മേൽ വെക്കണം. അതിന്മേൽ ഒരു ചുമന്ന ശീല വിരിച്ച് തകശുതോൾ കൊണ്ടുള്ള മൂടി വിരിയാൽ അത് മൂടുകയും തണ്ട് ചുലുത്തുകയും വേണം. കവരവിളക്ക്, ചവനങ്ങൾ, കരിന്തിരിപ്പാത്രങ്ങൾ ആദിയായവ നീലശീലയിൽ പൊതിഞ്ഞ് തകശുതോൽ വിരി അതിന്മേലിട്ട് തണ്ടിന്മേൽ വെച്ച് കെട്ടണം. ധൂപപീഠവും ശീല പൊതിഞ്ഞ് അതിന്മേൽ തകശുതോൽ വിരിച്ചിട്ട് തണ്ട് ചെലുത്തണം. യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ധൂമശീല വിരിച്ച് ശുശ്രൂഷക്കാല കലം, മുൾക്കുളത്തെ, ചട്ടകം എന്നീ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെച്ച് തകശുതോൽ കൊണ്ട് മൂടി തണ്ട് ചെലുത്തണം. ഇങ്ങനെ കെട്ടിയ ശേഷം മാത്രമേ കൊഹാത്യർ ഉപകരണങ്ങൾ ചുമക്കേണ്ടത്. എല്ലാത്തിനും ശുശ്രൂഷകൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ശുശ്രൂഷകൾക്ക് പ്രമാണമുണ്ട്. ദൈവ പ്രമാണത്തെ മാറ്റിയിട്ട് പുതിയ നിയമസഭയുടെ ശുശ്രൂഷയെ അവഗണിച്ച് അത് മനസ്സിലാക്കാതെ സ്തോത്രം അശുദ്ധിയിലേക്ക്, വചനത്തിന് വിരുദ്ധമായ അവസ്ഥയിലേക്ക് ദൈവസഭയെ നടത്തുന്ന രാജകീയ പുരോഹിത വർഗമേ, പുതിയ നിയമസഭയിലെ ശുശ്രൂഷമാരെ ദൈവവചനം മനസ്സിലാക്കി നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഉത്തരവാദിത്വത്തോടെ നിൽക്കേണ്ടടുത്ത് നിന്നുകൊണ്ട് കാളവണ്ടിയെ ചുമക്കേണ്ടത് കാളവണ്ടിയിലും, തോളിൽ ചുമക്കേണ്ടത് തോളിലും ചുമന്നുകൊണ്ട് സ്തോത്രം ദൈവത്തിന് വിശ്വസ്ത ശുശ്രൂഷ ചെയ്യുവാൻ നാം കടപ്പെട്ടവരും സമർപ്പിക്കപ്പെട്ടവരുമാണ്. 3-ാമത്തെ ഗ്രൂപ്പാണ് ഗോർശേനിയർ. ഗോർശേനിയർ എന്ന് പറഞ്ഞാൽ പ്രവാസി എന്ന സ്തോത്രം. അവരുടെ ജോലി മറുശീല, പഴകാരത്തിന്റെ മറുശീല, സ്തോത്രം, മൂടു വിരി, തകശുതോൽ കൊണ്ട പുറംമൂടി ഇവ സംബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ ചുമക്കുന്ന ജോലിയാണ് ഇവരുടെ ജോലി. ഇവർക്ക് 2 വണ്ടിയും 4 കാളയും കൊടുത്തിരുന്നു. ഭാരം കുറഞ്ഞ ജോലിയാണ്. നോക്കണേ, മൊരാര്യർക്ക് വളരെ കയ്പെന്നാണ് അർത്ഥം. വളരെ ഹെവി വെയിറ്റ് ആണുള്ള സാധനങ്ങളാണ് വഹിക്കേണ്ടത്. അവർക്ക് മൊരാര്യർക്ക് 4 വണ്ടിയും 8 കാളയും കൊടുത്തു. ഗോർശേന്യർക്ക് അല്പം ലൈറ്റ് വർക്കാണ്. സ്തോത്രം. അവർക്ക് 2 വണ്ടിയും 4 കാളയും കൊടുത്തു. കൊഹാത്യർക്കോ കാളവണ്ടിയെ കൊണ്ടുപോകേണ്ടതല്ല, അവർ തോളിൽ വഹിക്കേണ്ടതാണ്. ഇന്ന് രാവിലെ സമയം ദൈവമക്കളെ, ദൈവം ലേവി ഗോത്രത്തെ തൻ്റെ ശുശ്രൂഷക്കായി തിരഞ്ഞെടുത്തത് സ്തോത്രം ദൈവത്തിന്റെ പക്ഷത്തിന് വേണ്ടി നിൽക്കുവാൻ ആരുണ്ടെന്ന് മോശ ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ പക്ഷത്തിനു വേണ്ടി വേർതിരിഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഏത് തലമുറയിലും ഏത് സമയത്തും ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് സ്തോത്രം റിമനന്റ്, ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മുഴുവൻ വിഗ്രഹാരാധനയായി മാറുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവിടെ ഒരു ശേഷിപ്പിനെ ദൈവം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ വചനം വിട്ടാലും വിഗ്രഹാരാധന വിട്ട് വചനവിരുദ്ധമായി പോയാലും ദൈവത്തിന്റെ പൈതലേ, പുതിയ നിയമസഭയെ, രാജകീയ പുരോഹിത വർഗമേ, കർത്താവിന്റെ ശുശ്രൂഷക്കാരാണ് പുതിയ നിയമസഭ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ നമ്മെ ആക്കിയിരിക്കുന്ന ഉത്തരവാദിത്തം മറന്നു പോകരുതേ. സ്തോത്രം. തോളിൽ വഹിക്കേണ്ടത് പലതും തോളിൽ വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. കാളവണ്ടിയെ ചുമക്കേണ്ടത്
ഉത്തരവാദിത്വത്തോടെ കാളവണ്ടിയെ ചുമക്കുവാൻ ഒരു കേടുപാട് സംഭവിക്കാതെ തകശുതോലിലും നീല തുണിയിലും പൊതിയേണ്ടത് പൊതിഞ്ഞ് കേടുപാടുകൂടാതെ ഉത്തരവാദിത്തോടെ അത് അടുക്കി കൊണ്ടുപോകേണ്ടതുപോലെ ദൈവമക്കളെ സ്തോത്രം അവരുടെ അടുക്കും ചിട്ടയുമുള്ളതായ ഒരു ശുശ്രൂഷ, ഉത്തരവാദിത്തോടുള്ള ശുശ്രൂഷയാണ് പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തിന് ദൈവം വെച്ചിരിക്കുന്നത്. അലസരായി, സ്കെഡ്യൂൾ ഇല്ലാത്തവരായി, മടിയന്മാരായി സ്തോത്രം തീരുവാനല്ല, ാരുടെ കാവൽക്കാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗമായി വിളിച്ചിരിക്കുകയാണ്. യാഗം കഴിക്കാൻ വിളിച്ചിരിക്കുകയാണ്. തോളിച്ചുമക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങൾ അത് വഹിക്കുവാൻ, ഉത്തരവാദിത്തോടുകൂടെ വഹിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ പുതിയ നിയമ സഭയിലെ പുരോഹിതന്മാരെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അനേക ദുരുപദേശങ്ങളും അനേക വചനവിരുദ്ധമായ അനേക ഉപദേശങ്ങൾ സ്തോത്രം ഇന്ന് ദൈവസഭകളിൽ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ക്ലാസ്സിൽ ദൈവത്തിന്റെ വചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നാം ആരാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ആകയാൽ സ്തോത്രം നമ്മെ ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. യഹോവയുടെ പക്ഷത്തേക്ക് വേർതിരിഞ്ഞ വിശുദ്ധന്മാർ, പുരോഹിതന്മാർ ഉത്തരവാദിത്വത്തോടെ സമർപ്പണത്തോടെ തോളിൽ വഹിക്കേണ്ട തോളിൽ വഹിച്ചുകൊണ്ട് നിൽക്കേണ്ടിടത്ത് നിന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നോക്കണമേ, നിൽക്കേണ്ടിടത്ത് നിന്നുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് പരിജ്ഞാനത്തോടെ സ്തോത്രം നിന്നുകൊണ്ട് ഹല്ലേലൂയ പെറുപെറുപ്പ് കൂടാതെ കയ്പിന്റെ അനുഭവമാണേലും പ്രവാസിയാണേലും സഭയുടെ ഉത്തരവാദിത്വത്തോടെ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ ദൈവമാക്കിയിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ സമയം തിരുവചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച നിന്റെ കൃപയ്ക്കായി സ്തോത്രം. പുതിയ നിയമ സത്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് വിലയാണല്ലോ ഞങ്ങൾ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ച് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞങ്ങളെ നീ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണല്ലോ, വിശുദ്ധ വംശമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഞങ്ങളുടെ പൊസിഷൻ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനം, ഹല്ലേലൂയ, തോളിൽ വഹിക്കേണ്ടത് തോളിൽ വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ചുമക്കേണ്ടത് ചുമന്നുകൊണ്ട്, കാളവണ്ടിയെ ഉത്തരവാദിത്തോട് കൊണ്ടുപോകേണ്ടത് എത്ര ഹെവി ബേർഡൻ വെയിറ്റ് ഉള്ളതാണേലും ലൈറ്റായുള്ളതാണേലും ദൈവമേ ഞങ്ങളെ ഏൽപ്പിച്ചത് ശുശ്രൂഷത്തെന്തെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കാവൽക്കാരാണല്ലോ. പുതിയ നിയമ സത്യങ്ങൾക്ക് വേണ്ടി, പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഉത്തരവാദിത്വത്തോടെ കരയുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.